സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാഷ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ബാധിതാക്ഷാത് ഗുരുഭവനപുരേ ഹംദ ഭാഗ്യം ജനാനാം. നമസ്കാരം. സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. പ്രഭാത കേടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്രീമദ് നാരായണീയത്തിൽ നമ്മൾ 3-ാമത്തെ ദശകത്തിൽ 6-ാമത്തെ ശ്ലോകമാണ് പറഞ്ഞു വെച്ചത്. അതിൽ ഭക്തി തുടക്കം, മധ്യം, അവസാനം എല്ലാം മധുരമാണ്. ഒരു ഘട്ടത്തിൽ വിഷമമില്ല, ഒരു ഘട്ടത്തിൽ ആസ്വാദ്യത ഇല്ലാതെയിരിക്കുന്നതായിട്ടുമില്ല. അപ്പോൾ തുടക്കത്തിൽ തന്നെ ഭഗവത് മാഹാത്മ്യങ്ങൾ കീർത്തിക്കുന്നത് കൊണ്ട് മധുരമാണ്. ഭഗവത് മാഹാത്മ്യത്തിനുള്ള പ്രത്യേകതയും കൂടിയാണ് അത്. കുറച്ചാണ്ട് കയറിക്കഴിഞ്ഞാൽ എല്ലാ വിധത്തിലുള്ള നമ്മുടെ ദുഃഖങ്ങൾക്കും മാറ്റാൻ അതിന് കഴിവുണ്ട്. ഒടുവിൽ നമ്മൾ ചെന്നെത്തുന്നത് ഏതൊരു മനുഷ്യനായിട്ടുള്ള ജീവനും ആഗ്രഹിക്കുന്ന മോക്ഷ പദവിയിലാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഭക്തി പിന്നിലാവുക, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഭക്തി നന്നല്ലാത്ത? ഒന്നുകൊണ്ടുമല്ല, എല്ലാം കൊണ്ടും എങ്ങനെ നോക്കിയാലും മോക്ഷമാർഗത്തിലേക്കുള്ള ഉത്തമവും ലളിതവുമായ മാർഗം, എല്ലാവർക്കും സ്വീകാര്യമായ മാർഗം എന്ന് പറഞ്ഞു വെച്ചു. ഇനി ആ ഭക്തി ഉണ്ടാവാൻ വേണ്ടിയിട്ട് വീണ്ടും പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ശരീരത്തിലെ വിവിധ അവയവങ്ങൾ എങ്ങനെ ഭക്തിക്കനുസൃതമായ വിധം ഉപയോഗിക്കാം, ഇന്ദ്രിയങ്ങളെ ഏത് വിധത്തിലാക്കിയാൽ ഭക്തിയിലേക്കുള്ള നമ്മുടെ മാർഗം സുഗമമാവും എന്ന് പറഞ്ഞിരിക്കുകയാണ്. ശ്ലോകം: വിധൂയ ക്ലേശാന്മേ കുരു ചരണയുഗ്മം ധൃതരസം ഭവക്ഷേത്രപ്രാപ്തൗ കരമപിചതേ പൂജനവിധൗ ഭവന്മൂർത്തിയാലോകേ നയനം അതതേ പാദതുളസീ പരിക്രാണേ ഘ്രാണം ശവണമപിതേ ചാരുചരിതേ. എല്ലാവർക്കും വളരെ വേഗം മനസ്സിലാവുന്ന ഒരു ആശയമാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. പുതിയതായിട്ടോ അല്ലെങ്കിൽ ഗഹനായിട്ടോ ഒന്നുമില്ല, നമുക്കൊക്കെ അറിയുന്ന സംഗതി തന്നെ. സർവേശ്വര, എങ്ങനെയൊക്കെ എൻ്റെ ക്ലേശത്തെ ഇല്ലാണ്ടാക്കണം എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞിരിക്കുകയാണ്. ആദ്യമായിട്ട് കാലുകൾ, ചരണയുഗ്മം, യുഗ്മം എന്ന് പറഞ്ഞാൽ 2, നയനയുഗ്മം, ചരണയുഗ്മം, യുഗളം എന്നൊക്കെ പറയും. 2 കാലുകളും എങ്ങനെയാക്കിയിട്ട് വരിക? ധൃതരസം ഭവക്ഷേത്രപ്രാപ്തവും, അങ്ങയുടെ ക്ഷേത്രങ്ങളിൽ പ്രദക്ഷിണം വയ്ക്കാനായിട്ട് സാധിക്കണമേ. ഭവക്ഷേത്രപ്രാപ്തവും, അങ്ങയുടെ ക്ഷേത്രത്തിലെത്താനായിക്കൊണ്ട് എൻ്റെ കാല് എപ്പോഴും പ്രയോജനപ്പെടണം. അങ്ങയുടെ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ അവിടെ ഈശ്വര ക്ഷേത്രങ്ങളെന്നേ ഉള്ളൂ. ഗുരുവായൂരപ്പൻ്റെ ക്ഷേത്രം, വിഷ്ണു ക്ഷേത്രം എന്നൊന്നുമില്ല, അതൊന്നുമില്ല അവിടെ. ഭവൽ എന്ന് പറയുമ്പോൾ അവിടെ ഈശ്വരൻ എന്നെടുക്കാം, ഏതെങ്കിലും ക്ഷേത്രങ്ങൾ. വിഷ്ണു ഭക്തനായതുകൊണ്ട് വിഷ്ണു ക്ഷേത്രത്തിലാവും അധികം പ്രീതി മാത്രമേ ഉള്ളൂ, അല്ലാത്ത ക്ഷേത്രം ആവാം. ഭവക്ഷേത്രപ്രാപ്തവും, ദൈവമേ അങ്ങയുടെ ഏതെങ്കിലും ക്ഷേത്രം. എവിടെയായാലും ഒരുപോലെ തന്നെയാണ്. അപ്പം എന്തിനാ അതിൽ വ്യത്യാസം കാണേണ്ട ആവശ്യമില്ല. യഥാർത്ഥ ഭക്തൻ വ്യത്യാസം കാണരുത് എന്നാണ് പറയണത്. ദേവി, ശിവൻ ഇങ്ങനെയൊന്നും. അപ്പോൾ ഭവക്ഷേത്രപ്രാപ്തവും, ദൈവസന്നിധിയായിട്ടുള്ള ഏതെങ്കിലും, ഏതാ നമുക്ക് അടുത്തുള്ളത് അല്ലെങ്കിൽ തരാവുക വെച്ചാൽ ക്ഷേത്രം. ഒരു ക്ഷേത്രവും മറ്റു ക്ഷേത്രത്തിൽ നിന്ന് കുറവോ കൂടുതലോ അങ്ങനെയൊന്നും ഇല്ല. അപ്പോൾ ഭവത് മീൻസ് ഈശ്വര ക്ഷേത്രങ്ങൾ. ക്ഷേത്രപ്രാപ്തവും, അവിടെ എത്താനും പ്രദക്ഷിണം വയ്ക്കാനും അവിടേക്ക് നടക്കാനും അവിടുന്ന് നടക്കാനും അതുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ കാല് സഞ്ചരിക്കാൻ അല്ലെങ്കിൽ കാല് പ്രവർത്തിപ്പിക്കാൻ സാധിക്കണമേ. ഇനി കരം അപീതേ പൂജനവിധോ, കയ്യാകട്ടെ അങ്ങയെ പൂജിക്കാം. എന്തിനു വേണ്ടിയെ പൂജിക്കാനായിട്ട് കയ്യെ എപ്പോഴും പ്രയോജനപ്പെട്ടു വരണം.
കൈ പ്രയോജനപ്പെടുന്ന പൂജ എന്ന് പറഞ്ഞാൽ എന്താണ്? വാസ്തവത്തിൽ പുഷ്പങ്ങൾ എടുത്തുകൊണ്ട് ഭഗവത് നാമങ്ങൾ എടുത്ത് അർച്ചിച്ച് ശ്രീകൃഷ്ണായ നമ, കമലാനാഥായ നമ, വാസുദേവായ നമ, അല്ലെങ്കിൽ ദേവിയെ ശ്രീദേവിയെ നമ, മഹാരാജ്ഞിയെ നമ എന്ന് അർച്ചിക്കലാവാം. അതല്ലെങ്കിൽ ഏത് ചെയ്യണ പ്രവൃത്തിയും ഈശ്വരപൂജ ആയിട്ട് കാണാനും വിചാരിക്കാനും എനിക്ക് കഴിയണേന്ന് അങ്ങനെയാവാം. കരമവിധേ അഭിച്ചത്തെ പൂജന വിധോ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് 24 മണിക്കൂർ പൂജിക്കാൻ പറ്റുമോ? ഒരു ഗൃഹസ്ഥനെ സംബന്ധിച്ച്, സാധാരണ ലൗകികനെ സംബന്ധിച്ച് അത് അപ്രായോഗികമാണ്, നമുക്കറിയാം. അപ്പോൾ അവിടെ പൂജന എന്ന് കുറച്ചും കൂടി വിപുലമായ അർത്ഥത്തിലെടുത്താണെങ്കിൽ പൂക്കളെ കൊണ്ട് കുറച്ച് പൂജിക്കുക, 2 നേരം അങ്ങനെയൊക്കെയല്ലേ പറ്റുള്ളൂ. കുറച്ച് അങ്ങനെയാവാം. ബാക്കി നേരം ഏത് പ്രവൃത്തി ഞാൻ ചെയ്താലും അത് അവിടുത്തെ പൂജയായിട്ട് ഭവിക്കണമേ എടുക്കുന്നതാവും കുറച്ചും കൂടി നല്ലത്. കരമഭിച്ചതേ പൂജന വിധവും, കൈകളെ കൊണ്ട് ഞാൻ ചെയ്യുന്ന ദാനം അല്ലെങ്കിൽ എൻ്റെ പ്രവൃത്തികൾ, ഭക്ഷണം വയ്ക്കണ പ്രവൃത്തി ആയിക്കോട്ടെ, ഏത് പ്രവൃത്തി, തൊഴിൽ ചെയ്യുക, അതും കൈ കൊണ്ട് ചെയ്യണു. ആ തൊഴിൽ ഈശ്വര പൂജയാക്കിയിട്ട് മാറ്റുക. ഞാൻ എന്ത് പ്രവൃത്തി, യദ്യത് കർമ്മ കരോമി തത്തദഖിലം ശംഭോതവാരാധനം. ശിവാനന്ദഗിരിയിൽ ആചാര്യസ്വാമികൾ ഞാൻ എന്ത് പ്രവൃത്തി ചെയ്താലും അത് അങ്ങയുടെ പൂജയാക്കി മാറ്റണേ. അപ്പം അദ്ദേഹത്തിൻ്റെ വിപുലമായ അഭിപ്രായം എന്താണ്? എല്ലാ പ്രവൃത്തികളും പൂജയായിട്ട് നമുക്ക് വിചാരിക്കാം. അപ്പോഴാണ് കുറേയും കൂടി ശരിയാവുക. അത് കരമഭിജത്തെ പൂജനവിധൗ അഭിജ. ഇനിയോ ഭവൻ മൂർത്തിയാലോകേ നയനം, കണ്ണാവട്ടെ നയനം, ഭവൻ മൂർത്തിയാലോകേ നയനം, ഭവൻ മൂർത്തിയാലോകേ, ഭവൻ മൂർത്തിയാലോകേ നയനം. നയനം എന്നുള്ളത് ആദ്യത്തേക്ക് എടുക്കുക. നയനം ഭവൻ മൂർത്തിയാലോകേ, കണ്ണ് അങ്ങയുടെ വിഗ്രഹങ്ങളെ കാണാനായിട്ട് ആവട്ടെ. അവിടെ ഈ 2 രീതിയിലെടുക്കണം. ഒന്ന്, സജ്ജനങ്ങൾ ഭഗവാന്റെ ശരീരമാണ് എന്ന് ഭാഗവത്തിൽ ഒരുപാട് സ്ഥലത്ത് പറയണു. ഭാഗവത്തിലെന്നല്ല, അതങ്ങനെയാണ് എടുക്കുക. ഭഗവാന് 2 ശരീരമുണ്ട്. ഒന്ന് ഭഗവാന്റെ തന്നെ മൂർത്തി, ഉടക്കോഴി ഒഴിച്ചിട്ടോ ശംഖചക്ര ആത്മാദികൾ ധരിച്ചിട്ടോ ഉള്ളത്. അല്ലെങ്കിലോ സജ്ജനങ്ങൾ, ഭഗവാന്റെ ഭക്തന്മാർ ഭഗവാനിൽ നിന്ന് വേറെ ഇല്ല എന്നുള്ള ഭാവത്തിലെടുക്കുമ്പോൾ എന്തായിട്ട് മാറും? ആ സജ്ജനങ്ങളും ഭഗവാന്റെ ശരീരം, ഉഭയലിംഗങ്ങൾ എന്നാണ് പലതിലും. 2 ശരീരമുണ്ട് ഭഗവാന്. ഒന്ന് തൻ്റെ തന്നെ ശരീരം, പിന്നെ ഒരിക്കലും അതിൽ നിന്ന് വ്യത്യസ്തമല്ലാത്ത ഭക്തന്മാരുടെ ശരീരം. അത് കാണാൻ എൻ്റെ കണ്ണ് പ്രയോജനപ്പെടണം. എപ്പോഴും എനിക്ക് ഭക്തന്മാരെ കാണാൻ പറ്റണം. കാണുന്നതൊക്കെ ഭക്തന്മാരാവണം. അവരോട് ഈശ്വര മാഹാത്മ്യങ്ങൾ കേൾക്കാൻ സാധിക്കണം. സത്സംഗം ഉണ്ടാവണം. അപ്പം ഭവൻ മൂർത്തിയാലോകേ നയനം, നയനമാവട്ടെ ഭവൻ മൂർത്തിയാലോകേ, അങ്ങയുടെ ശരീരം ജനങ്ങളും ആകുന്ന അതിനെ കാണാൻ ആയിട്ട് സാധിക്കട്ടെ. ഇനിയോ ഘ്രാണം ചതേ അതെന്തിനാണ്? പാദ തുളസി പരിഘ്രാണേ, ഘ്രാണം ഇങ്ങോട്ട് എടുക്കണം. ഘ്രാണം പാദ തുളസി പരിഘ്രാണേ, മൂക്കാവട്ടെ അങ്ങയുടെ പാദത്തിൽ സമർപ്പിക്കപ്പെട്ടതായ തുളസിയുടെ ഗന്ധം കേൾക്കാൻ, മൂക്കൊണ്ട് ആസ്വദിക്കുക. ഇപ്പൊക്കെ ഏത് തരത്തിലുള്ള ഗന്ധങ്ങളാണ് അധികം ആൾക്കാർക്കും ആസ്വദിക്കാൻ ഇഷ്ടം എന്ന് ചോദിച്ചാൽ ത്വക്കിനെ കേടുവരുത്തുന്ന പെർഫ്യൂമുകളാണ്. അത് കെമിക്കലാണ്. അത് ശരീരത്തിലും ഷർട്ടിൻ്റെ മുകളിൽ അവിടെയും ഇവിടെയൊക്കെ അടിച്ച് ഇല്ലേ, അതിൻ്റെ ഗന്ധം കേൾക്കാനല്ല മൂക്ക് ഉപയോഗിക്കേണ്ടത്. കർപ്പൂരമോ ചന്ദനമോ കുങ്കുമമോ, ഭഗവാന്റെ കളഭങ്ങൾ, ഗുരുവായൂരിൻ്റെ കളഭത്തിൻ്റെ മണം കേട്ടാൽ മനസ്സ് ഭഗവാനിലെത്താൻ എത്ര ശക്തിയിട്ട്, അതുപോലൊരു കളഭം ഈ ലോകത്തിലില്ല എന്നാണ് പറയുന്നത്. ഗുരുവായൂർ കളഭത്തിൻ്റെ ആ ഒരു മണം ഇല്ലേ, ആ മണം കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് എവിടേക്കോ എത്തിക്കഴിഞ്ഞു. ഗുരുവായൂരപ്പനിലേക്ക് അങ്ങോട്ട് എത്തുകയാണ്, ലയിക്കുകയാണ്. എന്തോ ഒരു പോസിറ്റീവ് എനർജി ഉണ്ട് അതിന്. അപ്പോൾ തൃക്കാക്കൽ സമർപ്പിച്ചതായിട്ടുള്ള താമരപ്പൂവ്, അതിൻ്റെ ഗന്ധം, തുളസിയുടെ ഗന്ധം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണെന്നറിയോ, അത് വളരെയധികം നമുക്ക് മോക്ഷമാർഗത്തിലേക്ക് നമ്മുടെ മനസ്സിനെ എത്തിക്കാനുള്ള കഴിവുണ്ട്. എല്ലാ ഗന്ധത്തിൽ നിന്നും വ്യത്യസ്തമാണ് തുളസിയുടെ ഗന്ധം. ഒട്ടും തന്നെ ലൗകിക ഛായ ഇല്ലാത്തതാണ് എന്നാണ് പറയുന്നത്. താമരയ്ക്ക് ലേശെങ്കിലും ഒരു രാജസ്വഭാവമുണ്ട്, ദേവിക്കൊക്കെ. എന്നാലും കുഴപ്പമൊന്നുമില്ല, താമരയുടെ ഗന്ധത്തിനൊട്ടും കുറവൊന്നുമില്ല. തെച്ചി, താമര, തുളസി, തെച്ചിക്ക് മണമില്ലല്ലോ. താമരയുടെ മണം വളരെ സുഖമുള്ളൊരു മണമാണ്, ഒരു കേടും ഇല്ലാത്തതുമാണ്. ആ ഗന്ധത്തിന് നമുക്കൊരു ദോഷം ചെയ്യില്ല. അതേപോലെ തുളസിയാണ്
മോക്ഷത്തിലേക്ക്, അതായത് കലിയുഗത്തിൽ തുളസിയുടെ പൂവ് ചൂടുന്നത് മോക്ഷത്തിന് കാരണമാണ് എന്ന് നാരായണീയത്തിൽ തന്നെ അവസാനം ഗംഗാ ഗീതാച ഗായത്രി അതിതുളസികാചന്ദന ഗോപികാചന്ദനം തൽ, ഗോപികാചന്ദനത്തിൻ്റെ മണം, തുളസിയുടെ മണം, ഇതൊക്കെ കലിയുഗത്തിൽ നമുക്ക് മോക്ഷപ്രാപ്തിയിലേക്ക് എത്തിക്കും. ഒരുപാട് പ്രയത്നങ്ങളോ പഠിക്കലോ ഒന്നും വേണ്ട. തുളസി ഇരുത്തി ചൂടാപ്പം എന്താ അത്ര പണി? ഇപ്പം അതെങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ, ഈ പണ്ടൊക്കെ ഈ സ്ത്രീകൾ തുളസി ചൂടരുത് എന്ന് ചിലർ പറയും. അർത്ഥമൊന്നുമില്ല കേട്ടോ, ചൂടിയതുകൊണ്ട് ഒരു കുഴപ്പമില്ല. അതെന്താ പറയാൻ കാരണം വെച്ചാൽ പുരുഷന്മാരുടെ സ്വാർത്ഥം. ഇവർക്കൊക്കെ മോക്ഷത്തിൽ മാത്രമായിട്ട് താല്പര്യം വന്ന് ഇരുന്ന് സഹസ്രനാമം ഭാഗവതം വായിക്കാൻ തുടങ്ങിയ പുരുഷന്മാർക്ക് അവരുടെ പണി നടക്കില്ലല്ലോ. അങ്ങനെയൊന്നുമില്ല. അപ്പം അങ്ങനെ വെച്ചാൽ പുരുഷന്മാരൊക്കെ മോക്ഷം പ്രാപിച്ച് സ്ത്രീകൾക്ക് വേണ്ട കാര്യം ചെയ്തു കൊടുത്തില്ലെങ്കിലോ എന്ന് അവർ ശങ്കിച്ചാലോ? അത് രണ്ടും നമ്മൾ ചെയ്യണം. മോക്ഷമാർഗത്തിലേക്കുള്ള കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് ലൗകികം പാടില്ല എന്നില്ല, ലൗകികം ചെയ്തതുകൊണ്ട് ഈശ്വരഭജനം പാടില്ല എന്നില്ല. ഇത് രണ്ടും കൂട്ടി ഇണക്കി കൊണ്ടേക്കൂടെ സ്ത്രീകൾക്ക്? ഭക്തകളായിട്ടുള്ള സ്ത്രീകൾക്ക് അവരുടെ ഗൃഹകൃത്യങ്ങൾ ചെയ്യണ്ട എന്ന് തോന്നുമോ? എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ചെയ്യുന്ന. ഭർത്താക്കന്മാരെ നോക്കലാളും വീട് നോക്കലാളും കുട്ടികളെ നോക്കലാളും അതിനൊക്കെ അവരെങ്കിലും നോക്കണ്ട. അവരുടെ സ്വയം കാര്യം നോക്കാൻ മുഴുവൻ ലൗകികം വിട്ടാൽ സാധിക്കുമോ? തൊഴിൽ ചെയ്യേണ്ടി വരും, ഓഫീസിൽ പോകേണ്ടി വരും, ശമ്പളം വാങ്ങേണ്ടി വരും, അങ്ങാടി പോകേണ്ടി വരും, ചിലപ്പോൾ സാധനങ്ങൾ വാങ്ങേണ്ടി വരും. അപ്പം അതൊന്നും വിട്ട് നിൽക്കുമെന്ന ഭയാശങ്കയ്ക്ക് അവകാശമില്ല. അത് പുരുഷനും സ്ത്രീക്കും എല്ലാം ഒരേപോലെ തന്നെയല്ലേ. പക്ഷെ പണ്ട് ഇങ്ങനെ ഒരു ഇത് പറഞ്ഞിരുന്നു, സ്ത്രീകൾ തുളസി പൂജ വിടാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് വല്ലാതെ മോക്ഷേച്ഛ വന്നാൽ രണ്ടു കൂട്ടർ ഒരേപോലെ ലൗകിക കാര്യങ്ങൾ നടക്കണ്ടേ എന്നുള്ള നിലയ്ക്ക് വെച്ചതാണ്. ഇത്രയേ ഉള്ളൂ, അതിലർത്ഥമൊന്നുമില്ല. നമ്മളിപ്പോൾ അതൊന്ന് എടുക്കേണ്ടത് ആ ഉദാഹരണം പറഞ്ഞത് എന്തിനാ വെച്ചാൽ, മോക്ഷമാർഗത്തിലേക്ക് കുറച്ച് തീവ്രമായിട്ട് നമ്മളെ എത്തിക്കുന്നതാണ് തുളസി എന്നുള്ള വശത്തിനാണ് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞത്. നല്ല തീവ്രമായിട്ട് മനസ്സ് ശുദ്ധമാവാനും ഊർധ്വഗതിയിലേക്ക് ചിന്തിക്കാനും തുളസിക്കൊരു ശക്തിയുണ്ട്. അപ്പം അതുകൊണ്ട് കൂടുതൽ ലൗകിക ഭാവത്തിൽ നിൽക്കുന്ന സ്ത്രീകളത് വേണ്ടാന്ന് പറയുക അടക്കം ചെയ്തിരുന്നു എന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ആ പറഞ്ഞതിൽ അർത്ഥമില്ല. സ്ത്രീകൾ തുളസി പോയി ചൂടാതിരിക്കും വേണ്ട ഇനി ഇത് കേട്ടിട്ട്. അത് അവരുടെ ഒരു ചങ്ക മാത്രമാണ്. അതൊന്ന് എടുക്കേണ്ടത് എന്താ വെച്ചാൽ, അത്രമാത്രം നമ്മുടെ മനസ്സിനെ ഈശ്വരനിലേക്ക് എത്തിക്കാനുള്ള കഴിവ് തുളസി എന്ന പുഷ്പത്തിൻ്റെ, തുളസി പുഷ്പമായിട്ടാണ് പറയുക. ശരിക്കും പറയാച്ചാൽ അത് ഇലയില്ലേ? ആലോചിച്ചു. നമ്മൾ കേട്ടിട്ടുള്ള കാര്യങ്ങളിൽ വെച്ചിട്ട് കൂവളകം, തുളസി, ഇത് രണ്ടെണ്ണമാണ് ഈ ഇലകൾക്ക് പൂവ് എന്ന് പറയുക. ബാക്കിയൊക്കെ ഇലകൾക്ക് പൂവ് എന്ന് പറയുമോ? ശരിയാ, എന്തായാലും വളരെ കുറച്ചേ ഉള്ളൂ. ഇലകൾക്ക് ഇല എന്ന് തന്നെ പറയൂ. തുളസിക്കും കൂവളത്തിനും പണ്ടേ കൂവളപ്പൂവ്, തുളസിപ്പൂവ് എന്ന് പറഞ്ഞാൽ ഇലയാണ് അത് ഉദ്ദേശിക്കുന്നത്. പൂവൊന്നുമില്ല തുളസിക്ക്. തുളസിക്ക് പൂവ് ഉണ്ടായിരിക്കുക, പക്ഷേ അത് വലിയ പുഷ്പമായിട്ട് പറയണത് നമ്മളെ ഇലയ്ക്കാണ് തുളസി പൂവ് എന്ന് പറയുക. അപ്പം അത്രമാത്രം മാഹാത്മ്യമുള്ള ഇലകൾ പോലും പൂവിൻ്റെ ശക്തിയുണ്ട്, അത്ര സുഗന്ധം അതിനുണ്ട്. അപ്പം അത് എപ്പോഴും ആസ്വദിക്കാനായിട്ട് എൻ്റെ മൂക്ക് കർപ്പൂരമായിട്ടും കളഭമായിട്ടും, ഗുരുവായൂർ കളഭം, ചന്ദനം, ഗോപി, ഇതിൻ്റെയൊക്കെ ആ ഗന്ധം ആസ്വദിക്കാൻ എൻ്റെ മൂക്കിന് സാധിക്കുമാറാവട്ടെ. മൂക്ക് കൊണ്ട് അങ്ങനെ ചെയ്യാറുമാറാവട്ടെ എന്നർത്ഥം. ശ്രവണമപിതേ ചാരുചരിതേ, ചെവി കൊണ്ടോ അങ്ങയുടെ കഥകളും മാഹാത്മ്യങ്ങളും വേണ്ടിടത്തോളം പിശുക്ക് കൂടാതെ കേൾക്കാൻ സാധിക്കട്ടെ. കുറച്ച് അധികമായതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അല്ലേ? നെയ്യ് അധികമായതുകൊണ്ട് നെയ്യപ്പം കേട് വരുമോ? അപ്പം അത് കുറച്ചധികമായി എന്നുള്ളതുകൊണ്ട് കുഴപ്പമില്ലാത്തൊരു സംഗതിയാണ് ഭഗവത് കഥാശ്രവണം. അത് കേൾക്കാൻ എനിക്ക് അവസരം ഉണ്ടാവണം. കേട്ടാൽ ഉറക്കം വരാതെ അതിൽ ആസ്വദിച്ച് ലയിച്ച് ഇരിക്കാൻ സാധിക്കണം. ഹനുമാനെ പോലെ എത്രയെത്ര രഘുനാഥ കീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലി ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിന്നമത രാക്ഷസാന്തകം. രാക്ഷസാന്തകനായിരിക്കുന്ന മാരുതി എങ്ങനെയാണ് കഥ കേൾക്കണത് അത് നോക്കണം. വെറുതെ കേട്ട് നേരം പോക്കല്ല. അതാണ് എത്ര രഘുനാഥ കീർത്തനം, ഭഗവത് കഥ, രാമകഥ എവിടെയുണ്ടോ കൃതമസ്തകാഞ്ജലി, രണ്ട് കൈയും ശിരസ്സിൽ വെച്ചിട്ട് രണ്ട് കണ്ണിൽ നിന്നും വെള്ളം ധാരധാരയായിട്ട് ഒഴുക്കിയിട്ടാണ് ബാഷ്പവാരി പരിപൂർണലോചനം. ആ കണ്ണീര് കൊണ്ട് കണ്ണങ്ങനെ നിറച്ച് ഇരിക്കും എന്നാണ്. അതിലപ്പുറം വേറൊരു സംഗതി ഇല്ല ഹനുമാന്. രാമകഥ കേൾക്കുന്നതിനേക്കാൾ ശ്രേയസ്കരമായിട്ടോ ആസ്വാദ്യമായിട്ടോ
ഈ ലോകത്തിൽ മറ്റൊരു സംഗതി ഇല്ല. ഒരെണ്ണം ബാഷ്പവാരി പരിപൂർണലോചനം അങ്ങനെ കേൾക്കണം. പരീക്ഷിച്ച് ഭക്ഷണം പോലും ഉപേക്ഷിച്ചിട്ടാണ് 7 ദിവസം ഈശ്വരകഥകൾ കേട്ടത്. ഉദ്ദേശിച്ചിടത്ത് എത്തും ചെയ്തു. പാമ്പ് കടിച്ചിട്ടുള്ള മരണം പോലും ദുർമരണമല്ലാണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമാണോ? ഒരുപക്ഷെ ഭാഗവത സപ്താഹം കേൾക്കുന്നവരേക്ക് അങ്ങനെ ഒരു വിദ്യ കണ്ടുപിടിച്ചിട്ടില്ല. പാമ്പ് കടിച്ചിട്ട് ദുർമരണം അല്ലാണ്ടാക്കണ വിദ്യ അത് കണ്ടെത്തി ഭഗവത് കഥ കേൾക്കുന്നത് കൊണ്ട്. അപ്പം അങ്ങനെ കേൾക്കാൻ ചെവി കൊണ്ട് സാധിക്കട്ടെ. എനിക്ക് തോന്നട്ടെ, ഉറക്കം വരാണ്ട് ഈ മുഷിപ്പ് തോന്നാതെയും സദാ ആസ്വാദ്യമായിട്ട് തന്നെ കേൾക്കാൻ, വെറുതെ ഇങ്ങനെ കേൾക്കില്ല, ശരിക്കും അത് ആസ്വദിച്ച് അതുമായിട്ട് ലയിച്ച് ഒന്നായി കേൾക്കാൻ സാധിക്കണമേ. കാരണം അത് നമ്മൾ കുറച്ച് കേട്ട് ശീലിച്ചാൽ അങ്ങനെയാണ്. പെട്ടെന്ന് തന്നെ ഒരു പ്രാവശ്യം 2 പ്രാവശ്യം ആവണമെന്നില്ല, കൂടുതൽ കേട്ട് നോക്കൂ. ഇതിൻ്റെ ഒരു പ്രത്യേകത മടുക്കുകയല്ല ചെയ്യുക, കൂടുതൽ കേൾക്കണം തോന്നുക ചെയ്യുക. അങ്ങനെ ഒരു സംഗതി ഭഗവത് കഥയുള്ളൂ. ഒക്കെ കേൾക്കുന്തോറും മതിയാവില്ലേ ചെയ്യുക. ഇത് കേൾക്കുന്തോറും നോക്കിയൊക്കെ ഭാഗവതത്തിന് കൂടുതൽ ശ്രോതാക്കളുള്ളത് എവിടെയാവും? കേട്ടവരാവും. കൂടുതൽ കേട്ടിട്ടുള്ളവരാവും ഭാഗവതത്തിന് ആളുണ്ടാവുക. എന്താ അവർക്ക് അതിൻ്റെ പ്രാധാന്യം അറിയാൻ. വേറെ ഒന്നും അത്ഭുതമില്ല അതിൽ. ആദ്യമായിട്ട് ഒന്ന് വെച്ചാൽ ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളുന്നില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ അത് കൗതുകത്തോട് കൂടിയിട്ട് എന്താണെന്നറിയാനും കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടും വഴിപാട് കഴിക്കാനും ഒക്കെ ഉണ്ടാവും. അതിൻ്റെ പ്രാധാന്യം അറിഞ്ഞിട്ട് കേൾക്കില്ല. ആദ്യം സപ്താഹം വെച്ചാൽ അത്ഭുതത്തോടു കൂടി കേൾക്കുന്നത് എന്താ സംഗതി ഇതൊന്നും അറിയണമല്ലോ, ഇതുവരെ ഉണ്ടായിട്ടില്ല, അങ്ങനെയൊക്കെ കേൾക്കും. കേൾക്കണ വിധം കൂടി ഉണ്ടേ. കേട്ടവരാണ് അത് ആസ്വദിച്ചിട്ട് കേൾക്കുക. എത്ര കേട്ടാലും അവർക്കത് മതിയാവണില്ല. കാരണം അതിന് പഴക്കമില്ല. അത് തന്നെ അങ്ങനെ കേൾക്കാനായിട്ട് സാധിക്കണം. അപ്പോൾ എൻ്റെ എല്ലാ ക്ലേശങ്ങളും തീർക്കട്ടെ. അങ്ങനെ വിധൂയ ക്ലേശാൻമേ ഗുരു. ഈ പറഞ്ഞ രീതിയിൽ എൻ്റെ ക്ലേശങ്ങളെല്ലാം ക്ലേശങ്ങളൊക്കെ ഇല്ലാതെ ആവട്ടെ, മാറാറാവട്ടെ. ഈ പറഞ്ഞ വിധത്തിൽ മേ ക്ലേശാൻ വിധൂയ, ഈ പറഞ്ഞ പ്രകാരത്തിൽ എൻ്റെ ക്ലേശങ്ങളെ മാറ്റി തരൂ ഭഗവാനെ എന്ന് പറഞ്ഞു. ചരണയുഗ്മം ഭവക്ഷേത്രപ്രാപ്തവും, 2 കാലുകൾ ക്ഷേത്രത്തിൽ പ്രദക്ഷിണം വയ്ക്കാനായിട്ടും ധൃതരസം അതിൽ തന്നെ താല്പര്യം ഉണ്ടായിട്ട് നടത്തും. ഭവക്ഷേത്രപ്രാപ്തവും കാലുകൾ അവിടെ എത്താനായി കൊണ്ട് സാധിക്കട്ടെ. അങ്ങനെ കാലുകൾക്ക് ആനന്ദം, അങ്ങനത്തെ പണി കാലുകൾക്ക് കിട്ടട്ടെ എന്നർത്ഥം. ഈ ധൃതരസം അവസാനം നമ്മൾ ചേർത്താൽ മതി. ധൃതരസം എന്ന് പറഞ്ഞാൽ ഉത്സാഹം ഉണ്ടാക്കി തരണം. ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ ഉത്സാഹം ഉണ്ടാക്കണേ. എല്ലാറ്റും ചേർന്നാണ് ധൃതരസം കേട്ടോ. അവിടെ വെച്ചു എന്ന് മാത്രം. എവിടെ വേണമെങ്കിലും ഈ വാക്കുകൾ ശ്ലോകങ്ങളാക്കുമ്പോൾ വയ്ക്കാമല്ലോ സൗകര്യത്തിന് വേണ്ടിയിട്ട്. അത് ശരിക്കും അവസാനം ആണ് പറയേണ്ടത്. ധൃതരസം അതിന് താല്പര്യം ഉള്ളതായി തീർത്ത് ക്ലേശാൻമേ ഗുരു, ഇതൊക്കെ അവസാനം ചേർക്കണ്ടു. അത് ചരണയുഗ്മം മാത്രം നമ്മൾ ആദ്യം എടുക്കുന്നത്. അതാണ് മറ്റതൊക്കെ ഇവിടെ വിട്ടത്. ചരണയുഗ്മം ഭവക്ഷേത്ര പ്രാപ്തവും, 2 കാലുകൾ ക്ഷേത്രത്തിൽ പ്രദക്ഷിണം വയ്ക്കാനും കരമഭിജതേ പൂജനവിധോ, അങ്ങയെ പൂജിക്കാൻ കൈകൾ ഉപകാരപ്പെടട്ടെ. ഏത് പ്രവൃത്തികളും ഈശ്വരപൂജയായിട്ട് എടുക്കാനും സാധിക്കട്ടെ. നയനം ഭവൻ മൂർത്തിയാലോകെ, നയനം ഇപ്പുറത്ത് വന്നു എന്നല്ല, ഭവൻ മൂർത്തിയാലോകെ നയനം ഭവൻ മൂർത്തിയാലോകെ, കണ്ണ് അങ്ങയുടെ ശരീരത്തെ സജ്ജനങ്ങളെയും 2 ഉണ്ട് അവിടെ കാണാനും. പിന്നെ ഘ്രാണം പാദതുളസി പരിഘ്രാണേ, ഘ്രാണം പാദതുളസി പരിഘ്രാണേ. ഘ്രാണം മൂക്ക് ആകുന്ന ഘ്രാണേന്ദ്രിയം, പാദത്തിൽ സമർപ്പിച്ച പൂക്കൾ മാത്രമാവണമെന്നില്ല, ചന്ദനോ കസ്തൂരിയോ കളഭോ അങ്ങനെ ഈശ്വരനുമായിട്ട് ബന്ധപ്പെട്ട ഏതും എന്നർത്ഥം. ഇവിടെ തുളസി എന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. തുളസി മാത്രമല്ലല്ലോ, കർപ്പൂരാവാം, ചന്ദനാവാം, ചന്ദനത്തിരിയാവാം, അങ്ങനെയൊക്കെ. ശ്രവണമപിതേ ചാരുചരിതേ, ചെവി കഥകൾ കേൾക്കാനായി കൊണ്ടും ഉത്സാഹിക്കട്ടെ, അതിൽ രസം കണ്ടെത്തട്ടെ. അവസാനമാണ് ധൃതരസം. എന്നിട്ട് ക്ലേശാൻ വിധൂയ, അങ്ങനെ എൻ്റെ ക്ലേശത്തെ ഇല്ലാതാക്കി തീരണമേ. ധൃതരസം ഇതിലൊക്കെ ഉത്സാഹം ഉണ്ടാക്കിയിട്ട് ക്ലേശാൻ വിധൂയ ലാസ്റ്റിലാണ് വരിക. അതിൻ്റെ ഒട്ടു മുമ്പേ ധൃതരസം വരുള്ളൂ. എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ധൃതരസവും വിധൂയ ക്ലേശാൻമേ, ഉത്സാഹം ഉണ്ടാക്കിയിട്ട് ക്ലേശങ്ങളെ ഇല്ലാതാക്കി തരണമേ. മേ കുരു, അങ്ങനെ ചെയ്താലും
ഫസ്റ്റ് ലൈനിൻ്റെ അർത്ഥം ലാസ്റ്റിലേ വരൂ. ചരണയുഗ്മം ഒഴിച്ച്. ചരണയുഗ്മത്തിന് തുടങ്ങുക. ചരണയുഗ്മം ക്ഷേത്രത്തിൽ എത്തിച്ചേരാനും കരം പൂജിക്കാനും കണ്ണ് അങ്ങയുടെ മൂർത്തിയാകുന്ന സജ്ജനങ്ങളെയും അങ്ങയും കാണാനും ഘ്രാണം പാദ തുളസി പരിഘ്രാണേ അതിലും തുളസിയും ഈശ്വരമായിട്ട് ബന്ധപ്പെട്ട സുഗന്ധങ്ങളിൽ ശ്രവണം ചരിതം കേൾക്കാനായിക്കൊണ്ടും ധൃതരസം ഉണ്ടാക്കണമേ. അതുവഴിയായിട്ട് ക്ലേശാൻ വിധൂയ ക്ലേശങ്ങളെ ഇല്ലാതാക്കിയാലും. വിധൂയ ക്ലേശാൻ മേ കുരു ചരണയുഗ്മം ധൃതരസം ഭവക്ഷേത്രപ്രാപ്തൗ കരമഭിജതേ പൂജനവിദോ ഭവന്മൂർത്തിയാലോകേ നയനം അത തേ പാദതുളസീ പരിഘ്രാണേ ഘ്രാണം ശ്രവണമപി തേ ചാരുചരിതേ. നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.